അല്ല, തലോടിക്ക് സംസാരിക്കാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹം എനിക്കറിയത്തില്ല, സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യണതിന് അല്ല കുഴപ്പമില്ല. ഞാനോ ഞാൻ അതല്ലെങ്കിൽ വേറെ എക്കിപ്പ എന്റെ മറുപടി എന്ന് പറയാ തഫ്സീർ അനുസരിച്ചാണ് ഉണ്ടാകുക. അതിന്റെ അപ്പുറത്ത് എനിക്ക് എന്റെ അഭിപ്രായം ഖുറാൻ ഉണ്ടല്ലോ. അല്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഖുറാൻ അല്ല അല്ല അല്ലേ? അല്ല അപ്പൊ ഖുറാൻ തള്ളി അത് അല്ലേ? ഖുറാന്റെ എന്താണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ഖുറാൻ അള്ളാഹു ഉണ്ടല്ലോ അതിന്റെ റസൂലും ഇറക്കിയ കാര്യത്തെക്കാളും അമാനി മൗലവി പറഞ്ഞ, കേരളത്തിലുള്ള അമാനി മൗലവി പറഞ്ഞ കാര്യത്തിലാണ് വിശ്വാസം അല്ലേ? അല്ല അതിന്റെ കമന്ററി അതാണല്ലോ. കമന്ററി പണ്ഡിതന്മാരാണല്ലോ കമന്ററി എഴുതിയത്. അപ്പൊ അള്ളാഹു അതാണ് അതിന്റെ റസൂലും ഇറക്കിയ കാര്യത്തിലാണോ തലോടിക്ക് വിശ്വാസം? കേരളത്തിൽ ഇരിക്കുന്ന അമാനി മൗലവി പറയുന്ന കാര്യത്തിലാണോ? ബ്രദറെ അത് ബ്രദറെ ഒരു തന്നെ. മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പ്ലീസ് എന്താണ് ബ്രോ, പ്ലീസ് എന്താണ് തലോടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു ഒറ്റ കാര്യം ചെയ്യും, ഇല്ല തലോടി 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 ഒന്ന് തലോടി നിങ്ങൾ ഒരു മിനിറ്റ് ഒരു സാമുവേൽ മിനിറ്റ് ഒരേ 15 മിനിറ്റ് 3 വായിച്ചെന്ന് ഒരേ ഒരു ഒന്ന് മിനിറ്റ് പറഞ്ഞു. തലോടി ഒരേ ഒരു മിനിറ്റ് തലോടി ഒരു മിനിറ്റ്. ലീ സിസ്റ്റർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് ചർച്ചയിലോട്ട് പോകാം. കേട്ടിരുന്നോ തലോടി? കേട്ടിരുന്നോ? ലീ സിസ്റ്റർ ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താണ് ആൻസർ ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. എന്താണ് നിസ് ഇവിടെ വന്ന് ഡി സിസ്റ്ററിനെ കായും മായും പായും കൂട്ടി കുറെ അഭിസംബോധന ചെയ്തു. കേട്ടായിരുന്നല്ലോ തലോടി? തലോടി ഇവിടെ ഇരിക്കുമ്പോഴാണല്ലോ അത് പറഞ്ഞത്. അന്നേരം അതിനെക്കുറിച്ച് എന്താ? അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയത്. ഞാൻ അംഗീകരിക്കുന്നില്ല അത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എന്താ? അതിനെക്കുറിച്ച് അത് തെറ്റാണോ ശരിയാണോ എന്നാണ് ലീ സിസ്റ്ററോട് ചോദിച്ചത്. ശരിയായിട്ടുള്ള അത് വളരെ ഏർപ്പാടാണോ? വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയത് പ്രതിഷേധിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അത് കൂടെ പറ. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയില്ല. അത് വളരെ മോശപ്പെട്ട ഒരു പ്രവണതയാണ്. അത്ര എനിക്ക് പറയാം. അദ്ദേഹം മുർത്തതല്ലേ? അദ്ദേഹം മുർത്തതല്ലേ? അല്ലല്ല, അതവിടെ നിങ്ങളുടെ ബ്രദറെ. അപ്പൊ താങ്കളുടെ റൂമിൽ ഇതേ വ്യക്തി അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇതേപോലെ പ്രതികരിച്ചോട്ടെ? അല്ല, നിങ്ങൾക്ക് വന്നിട്ട് സംസാരിക്കാണ്. നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ വന്നിട്ട് അയാളെ പറ്റി പറയാൻ നിങ്ങൾക്ക് പറയാനുള്ള പറയാം. അത് ഞാൻ ഉത്തരവാദിത്തം നിങ്ങൾ ആളെ പറ്റി പറയത്തില്ല, ആളെ പറ്റി പുള്ളിക്കാരനെ പറ്റി ഞങ്ങൾ പറയത്തില്ല. ആ റൂമിലിരിക്കുന്ന ആരെ പറ്റിയും ഞങ്ങൾ പറയും. ഓ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊന്നും പോകണ്ട. ഒരു മിനിറ്റ്, നിങ്ങളെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ച് പേഴ്സണൽ അറ്റാക്ക് ചെയ്യാം. ഞാൻ അറിയത്തില്ല. പേഴ്സണൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാണ് ലീ സിസ്റ്ററിനെ വിളിച്ച് ഞാൻ പറഞ്ഞത്. ലീ സിസ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പോയി ഡയറക്റ്റ് വിളിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ഞങ്ങളുടെ ഇതേ റൂമിൽ നിങ്ങളുടെ റൂമിൽ ഇതേ വ്യക്തി നിന്ന് സംസാരിക്കുവാണെങ്കിൽ ഇതേപോലെ ഞാൻ വന്ന് സംസാരിക്കട്ടെ. അത് ചിലപ്പോൾ തലോടിയെ പറ്റിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ പി എഫ് കൃപാനിലെ ആരെങ്കിലും പറ്റിയായിരിക്കും. ബ്രദറെ പ്ലീസ്, എനിക്ക് ബ്രദറെ ഒരു മിനിറ്റ് പ്ലീസ് അങ്ങനെ പോകത്തില്ലേ? തലോടി അങ്ങനെ ചെയ്തോട്ടെ. അല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ആ വ്യക്തിയെ വിളിക്കാന്നല്ലാണ്ട് എല്ലാവരും അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്ര നേരിട്ട് നിങ്ങളോട് അപമര്യാദയായിട്ട് മോശമായിട്ട് ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരനെ വിലക്കേണ്ട കടമ താങ്കൾക്കും ഉണ്ട്. താങ്കളുടെ സ്പീക്കർ പാനലിൽ മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണത്. സാധാരണ എന്നെ പോലെ, ഇപ്പൊ ഞാൻ മോഡറേറ്റർ അല്ല, എന്നെ പോലെ ഒരു വ്യക്തി അല്ല നിങ്ങളുടെ റൂമിൽ. അതെ. അപ്പൊ താങ്കളുടെ റൂമിൽ മോഡറേറ്റർമാരെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, എന്താ പ്രശ്നം അങ്ങനെ വിളിക്കാൻ കാരണം? ഞാൻ ഇതുവരെ ഇങ്ങനെ പുള്ളിക്കാരെ വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് ആര് പറഞ്ഞു? ഇത് ഈ റൂമിൽ കണ്ടിന്യൂ നടക്കുന്ന കാര്യമാണത്. ഞാൻ ഈ റൂമിൽ വല്ലപ്പോഴല്ലേ വരുത്തും. ഞാൻ ഈ റൂമിൽ സ്ഥിരമായിട്ട് വരുത്തുണ്ടോ? സ്ഥിരമായിട്ട് ഇസ്ലാം മതത്തിൽ ഇങ്ങനെയാണോ തലോടി പഠിപ്പിച്ചേക്കുന്ന? സ്ത്രീകളെ ഇങ്ങനെ വിളിക്കാനാണോ പഠിപ്പിച്ചേക്കുന്നത്? ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അല്ല, ഞാനേ ഒരു സെക്കൻഡ്, ഞാൻ ഒരു പോയിന്റ് പറയാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. അതായത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ കമന്ററി എടുക്കലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ബൈബിളിൽ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ എടുക്കുന്നത്? ഞങ്ങൾ കമന്ററി എടുക്കും. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. ഞങ്ങൾ കമന്ററി എടുക്കും, പക്ഷെ ആദ്യം ഞങ്ങൾ ഖുറാൻ എടുക്കും, എന്നിട്ടേ കമന്ററി എടുക്കത്തുള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ പ്രമാണം ഖുറാനാണ്. ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് അതേ സാധനം ബൈബിളിൽ അപ്പൊ ഞാൻ പറയാണ് ഞാൻ ബൈബിൾ മാത്രമേ എടുക്കൂ, ആദ്യം ബൈബിൾ എടുക്കുക പിന്നെയാണ് എടുക്കാന്ന് പറഞ്ഞാൽ എന്താക്കും? അതായത് ഇപ്പൊ ശാമുവേലിന്റെ 15:3 കൊല്ലാനും കൊലപാതകം ചെയ്യാനും പഠിപ്പിക്കുന്നത്. അതാണ് ദൈവം പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മറുപടി ഇല്ല. ഓക്കെ, അങ്ങനെ തന്നെയാണെന്ന് പറയൂ. അപ്പൊ നിങ്ങൾ അന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്താണോ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണെന്ന് പറയാൻ യാതൊരു മടിയില്ല. നിങ്ങളെ പോലെ മടിയില്ല.
എനിക്ക് വേണ്ടി ഒരു സെക്കൻഡ്, അതായത് ഞാൻ പറഞ്ഞുതരാം ബ്രദറെ. അതായത് ഈ ശാമുവേൽ 15:3 ഇപ്പൊ ഞങ്ങൾ ബന്ധപ്പെട്ട് അങ്ങോട്ട് എനിക്കൊരു പാർസൽ പോകുന്നില്ല ബ്രദറെ, നിങ്ങളെ വെറുതെ വലിച്ചോണ്ട് പോകാൻ നോക്കല്ലേ. ഞങ്ങൾ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. വലിക്കൂല, നിങ്ങളെ വലിക്കൂല, നിങ്ങൾ വരണ്ടാന്നേ. ഞാൻ നിങ്ങൾ ഏറ്റുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൗട്ടിൽ ഞാൻ യാദൃശ്യമായിട്ട് ഒരു അച്ഛൻ്റെ പ്രസംഗം ഞാൻ പാസ്റ്ററുടെ പ്രസംഗം കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ ജനതയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഈ പറയുന്ന ഇവർ സന്തോഷക്കാരനാണ്, ദൈവം അവരെ ശിക്ഷിച്ചത് എന്നൊക്കെ പറയുന്ന രീതിയിലുണ്ട് ഒരു കമൻറ്റ് ഞാൻ കേട്ടു. അത് അയാൾ പറഞ്ഞു. അപ്പം അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ആ വചനം നോക്കുകയാണെങ്കിൽ അതിൽ കൊല്ലാനും പിന്നെ പിടിച്ചെടുക്കാനും കുട്ടികളെ വരെ കൊല്ലാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വിപരീതമായി പോയില്ലേ. നമ്മൾ ആദ്യം എടുക്കേണ്ട വേദഗ്രന്ഥം എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ ടീച്ചർ ഒരു കവിത പറഞ്ഞു തരും, ആ കവിത ടീച്ചർ വിവർത്തനം ചെയ്തു തരും. ഇപ്പോൾ കവിതയിൽ കവി ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞു തരും. ഡയറക്റ്റ് നമുക്ക് കവിത പറഞ്ഞാൽ അതുപോലെ നമുക്ക് പഠിച്ചേക്കാൻ പറ്റുക, അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ലല്ലോ. എന്താണ്, എന്തിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സാമാന്യ രീതി നമുക്ക് ഉപയോഗിക്കൂലേ. ബൈബിളിന്റെ കാര്യം പറയുമ്പം ഇപ്പം താങ്കൾ പറഞ്ഞു 1 ശമൂവേൽ 15:3 15:3 അതിന്റെ കമന്ററിയിലൊന്നും പോകണ്ട. അത് ആ 15:2 ഒന്ന് വായിച്ചാൽ മതി. കമന്ററിയിലൊന്നും പോകണ്ട, ബൈബിളിൽ തന്നെ കിടപ്പുണ്ട്. ആ 15:2 വായിച്ചാൽ മതി എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നതെന്ന്. കമന്ററി ഒന്നും എടുക്കണ്ട. ഞാനൊരു കാര്യം പറയാം. അലൻ ഇദ്ദേഹം നമ്മളെ മെല്ലെ സബ്ജക്റ്റിൽ നിന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ബൈബിള് പഠിപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഞാൻ പറയാം. ഇപ്പൊ ഞങ്ങൾക്ക് തലോടിയെ ബൈബിളിലുള്ള സംശയങ്ങൾ തീർത്തു തരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് അത് ചെയ്യാം. ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്, ഞങ്ങൾ ഇനിയും ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മളൊരു സബ്ജക്റ്റ് നടത്തുമ്പോൾ ആ സബ്ജക്റ്റിൽ നിന്ന് വെട്ടി അടർത്തി മാറ്റി ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഒന്നത് അതല്ലെങ്കിൽ പിന്നെ താങ്കൾ പറയൂ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഖുറാനിൽ അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ്, നമുക്ക് ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞേച്ച് നമുക്ക് ഈ ഒരു ചർച്ച ഒരു കൺക്ലൂഡിങ് പോയിന്റിൽ എത്തിച്ചതിന് ശേഷം, ഒരു ചർച്ചയെ അതിന്റെ ഒരു സമാപ്തിയിലേക്ക് എത്തിച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ചർച്ച എടുക്കാം. ഒരു ചർച്ച പകുതി വഴിയിൽ ഇട്ടേച്ച് നിങ്ങൾ ഞങ്ങളെ വേറൊരു ചർച്ചയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകരുത്. അതാണ് എന്റെ റിക്വസ്റ്റ്. അലൻ ബ്രദറും ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യുന്നു എല്ലാവരോടും. എനിക്ക് പറയാനുള്ള മറുപടി ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തൊരു മറുപടി ഇല്ല. കാരണം ഞാൻ അതിന്റെ തഫ്സീർ വായിച്ച് കേൾപ്പിച്ചു തന്നു. ആ തഫ്സീറിൽ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഖുർആന്റെ അത് തഫ്സീർ എടുക്കാതെ നമുക്ക് ഒരു ഈ പറഞ്ഞ തഫ്സീർ എടുക്കാതെ ഒരു കാര്യം നമ്മൾ ഇതിലേക്ക് ഖുർആൻ നമ്മൾ എടുക്കുമ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ തെറ്റിപ്പോന്ന് പറഞ്ഞാൽ ഇതിനെ ദുർവ്യാഖ്യാനം നടത്തുക എന്ന് പറഞ്ഞത്. അപ്പൊ തഫ്സീറിൽ എന്താണോ പറഞ്ഞത്, ഒരു സെക്കൻഡ് വ്യാഖ്യാനിക്കുന്നതല്ല, കണ്ടെടുത്ത് വെച്ചിട്ട് തലവെട്ടുക എന്ന് പറയുന്നത് അതെന്തിനാണ് പറഞ്ഞത്, അതിന്റെ സാഹചര്യം എന്താണ്, അതിന്റെ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കാതെ കണ്ടെടുത്ത് വെച്ച് തലവെട്ടുക എന്ന് മാത്രം എടുത്തിട്ട് വായിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് ഉള്ള രീതിയിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടെടുത്ത് വെച്ച് നിങ്ങൾ തലവെട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ സന്ദർഭം എടുത്തിട്ട് നമ്മൾ പരിശോധിക്കും. ഇന്ന കാരണത്താലാണ് അള്ളാഹു ഇറക്കി കൊടുത്ത തഫ്സീറാണോ ഇത്? നിങ്ങൾ എന്ത് മനസ്സിലാക്കി വെച്ച് പ്രവാചകൻ ഇത് പറഞ്ഞതിന് ശേഷം ഇതിന് അവർ വ്യക്തമായിട്ട് അവർക്ക് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധന ഗ്രന്ഥം ഒരു കാര്യം മനസ്സിലാക്കണം, ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചതാണ്. അത് ഇവിടെ സഹിയായ ഹദീസും സഹി അല്ലാത്ത ഹദീസും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൽ അവൈലബിൾ ആണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അത് മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഇതെല്ലാം എഴുതി ക്രോഡീകരിച്ച് വെച്ച സാധനമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഖുറാനും ഹദീസും പറയട്ടെ. അതുപോലെ നിങ്ങൾ ഒരു മിനിറ്റ്, തെറ്റായ ഹദീസുകൾ ലോകത്ത് പരക്കുന്ന തെറ്റായ ഹദീസുകൾ അത് രാഷ്ട്രീയ പറഞ്ഞ തഫ്സീറിൽ എഴുതിയേക്കുന്ന പോലെ
പടവെട്ടാൻ മിനിറ്റ് അല്ലേ? പടവെട്ടാൻ അല്ല, എന്നല്ലേ അത് മുമ്പത്തെ തഫ്സീറിൽ എടുക്കുന്നത്? ഒരു മിനിറ്റ്, പടവെട്ടാൻ അത് വേണ്ടി ഒരു നിങ്ങൾ മിനിറ്റ്. കുന്തിരക്കവും അരിയും മലരും കാത്തു വെച്ചോളും, ഞങ്ങൾ ദാണ്ട അതൊക്കെ വാളും കൊണ്ട് വരുന്നല്ലേ പുള്ളി പറഞ്ഞേ, അതൊക്കെ ആ കൊച്ചുകുട്ടി പറഞ്ഞേ. രാഷ്ട്രീയപരമായിട്ട് പിന്നെ STP വിളിച്ച് ഞങ്ങളെ മുസ്ലിങ്ങളെ അതെങ്ങനെ മുസ്ലിങ്ങളെ STP രാഷ്ട്രീയമാകും? അതെങ്ങനെ രാഷ്ട്രീയമാകും? അവിടെ നിൽക്ക് തലോടി. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ പറഞ്ഞ അതെങ്ങനെ രാഷ്ട്രീയമാകുന്നത്? ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാൻ പറഞ്ഞ രാഷ്ട്രീയം എങ്ങനെയാകുന്നത്? നുണ പറയരുത്. ഇത്ര സമയം താങ്കൾ നുണ തന്നെ മുസ്ലിങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തൊപ്പി വെച്ചോര് മുസ്ലിങ്ങളല്ല തൊപ്പി വെച്ചോര്. STP മുദ്രാവാക്യങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെ താങ്കൾ പറയുന്നത് അത് രാഷ്ട്രീയമാണെന്ന്? രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരെടുത്ത് പറയണം. ഇത് പറഞ്ഞത് എന്താണ്? അതിലും മലരും കരുതി വെച്ചോളൂ, അത് ഹിന്ദുക്കള്. കുന്തിരിക്കം വെച്ചോളൂ, അത് ക്രിസ്ത്യാനികള്. മിണ്ടരുത്. ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇല്ല, ഞാൻ ഒരു മിനിറ്റ് ഇത്രയും സമയം സംസാരിച്ച് തലോടി മ്യൂട്ട് ചെയ്യേ. തലോടി ഇങ്ങനെ നുണ പറഞ്ഞ് അതെങ്ങനെ രാഷ്ട്രീയമാകുന്നത്? അവിലും മലരും കുന്തിരിക്കത്തിനും എന്താണ് രാഷ്ട്രീയമുള്ളത്? അത് മതപരമായ കാര്യമല്ലേ? താങ്കൾ എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ഇത്രയും സമയം താങ്കൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടക്കത്തില്ല. ഓരോ പോയിന്റിലും ഞങ്ങൾ അവിടെ തന്നെ ഇപ്പൊ ഇക്വിപ് ബ്രദറാണെങ്കിൽ താങ്കളെ അത്രയധികം പറയാൻ സമ്മതിച്ചു. താങ്കളുടെ സകല വിവരണങ്ങളും ഇവിടെ വെളുപ്പിക്കലുകളെന്ന് ഞങ്ങൾ പറയും. അതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ ആരും ഖുർആൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് രഹസ്യമാക്കി വെക്കുന്നു. വെളുപ്പിക്കൽ മാത്രമാണ് നടത്തുന്നത്. ശരിക്കും അത് വെളുപ്പിച്ചത് അന്നത്തെ ആ മുദ്രാവാക്യം വിളിച്ച പയ്യനാണ്. നിങ്ങളെ എല്ലാരും നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട്. കുന്തിരിക്കം പോയിക്കുന്നവര് ക്രിസ്ത്യാനികളും അവിലും മലരും കരുതി വെക്കുന്നത് ഹിന്ദുക്കളും. അപ്പൊ ഇവരെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ഇതാ കാലന്മാർ റെഡിയാണെന്നാണ് മുദ്രാവാക്യത്തിൽ പറഞ്ഞത്. അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല. ഇത് മതപരമാണ്. ഒക്ടോബർ 7 ഹമാസ് ചെയ്തതുപോലെ തന്നെ ഇത് മതപരമായ ഒരു ആഹ്വാനം തന്നെയാണ്, നോ ഡൗട്ട്. അതിന് ഇനി വെളുപ്പിക്കണ്ട കേട്ടോ. ആ പെയിന്റ് അങ്ങ് മാറ്റി വെച്ച് വേറെ വല്ല പെയിന്റ് ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഓക്കെ, ഞാൻ പറയാം. നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ തല കാണത്തില്ല, ബാങ്ക് വിളിക്കാൻ മിനാരം കാണത്തില്ല എന്ന് പറഞ്ഞത് ഈ മതപരമാണോ രാഷ്ട്രീയപരമാണോ? നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ നിങ്ങളെ തല കാണത്തില്ല, ബാങ്ക് വിളിക്കാൻ പള്ളികളും മിനാരങ്ങളും കാണത്തില്ല, അതെ പള്ളി അടിച്ച്, അത് ഈ രാഷ്ട്രീയമാണോ മതപരമാണോ എന്ന് പറഞ്ഞു. കേരളത്തിൽ വിളിച്ച മുദ്രാവാക്യം ഇവിടെ വിളിച്ച RSS വിളിച്ചാണ്. വിളിച്ചതാണെങ്കിൽ ഒരു മിനിറ്റ്, ഞങ്ങളല്ല വിളിച്ചത്. ഒരു സെക്കൻഡ്, വിളിച്ചത് മതപരമാണോ അല്ലയോ? മതപരമാണോ? ഉത്തരം പറയൂ. യു ഡഗ് യുവർ ഓൺ പിറ്റ്. അത് മതപരമാണെങ്കിൽ ഇത് മതപരമല്ലേ? ഇതെങ്ങനെ രാഷ്ട്രീയം? അതെങ്ങനെ പറയുന്നത് കേക്ക്. ചോദ്യത്തിന് ഉത്തരം പറയേ. നിങ്ങൾ വലുതും പറഞ്ഞു പോകാതെ. അവിലും മലരും കുന്തിരിക്കവും അത് രാഷ്ട്രീയമാണ്. പക്ഷെ തലയിൽ തൊപ്പി വെക്കാൻ തലയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് മതപരമാണ്. അതെങ്ങനെ ശരിയാകും? ഇതൊന്ന് ശരിയാക്കിക്കുക ആദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. സുജൂദ് ചെയ്യാൻ തല കാണത്തില്ല, ബാങ്ക് വിളിക്കാൻ മിനാരം കാണത്തില്ല എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള മുദ്രാവാക്യമാണോ അല്ലെ രാഷ്ട്രീയപരമായിട്ടുള്ള മുദ്രാവാക്യമാണോ? അത് പറഞ്ഞാൽ മതി, പ്രശ്നം കഴിഞ്ഞു. അത് മതപരം തന്നെയാണ്. അത് മതപരമാണ്. അത് മുസ്ലിങ്ങളെ കൊല്ലണമെന്നുള്ള ആഹ്വാനം വിളിച്ചു. അതിന് ഒരു തീവ്രവാദ സംഘടന RSS വിളിച്ചപ്പോ മറ്റൊരു തീവ്രവാദ സംഘടന PFI തിരിച്ചും വിളിച്ചു. ഇത് രണ്ടും തീവ്രവാദികൾ വിളിച്ചു. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? തലോടി ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയമാണെന്നാണ്. അവർ രണ്ട് തീവ്രവാദ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ട് വിളിച്ചു. ഒരു മിനിറ്റ്, അതിന് ബാക്കിയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ട് തീവ്രവാദ സംഘടനയാണ് വിളിക്കുന്നത്, PFI-യും RSS-ഉം. ഒരു മിനിറ്റ്, ഇതിനെ നിങ്ങൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇത് അങ്ങോട്ട് ചെയ്യേണ്ടത് 9:111. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചത് 9:111 എടുക്കാം. എന്റെ ചോദ്യം ആദ്യം ഒരു സബ്ജക്ട് ഒന്ന് മാറി കിട്ടാനായിട്ട് ഒത്തിരി വെയിറ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് കമന്ററി എടുക്കുകയാണെങ്കിൽ ശാമുവേൽ 15:3 ഒന്ന് പറഞ്ഞേ. അതൊന്ന് നിങ്ങളൊന്ന് നേരാക്കി തന്നെ കാണിച്ചോട്ടെ, ഞാൻ കാണട്ടെ.
രാഷ്ട്രീയമാണോ? ശത്രുക്കളെ കൊല്ലേണ്ടത് ലീ സിസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. അദ്ദേഹം ഇവര് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെന്നെ മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ലീസസിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് എക്യുപ്പിനോട് നിങ്ങൾ കമന്ററി എടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്പ് ആദ്യം ചെയ്യേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലീസിസ്റ്റർ പറയുന്നത് കേൾക്കുന്നില്ല. ലീസിസ്റ്ററെ, അഥവാ ഞങ്ങളുടെ വോയിസ് ലീസിസ്റ്ററിന് ഞങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലീസിസ്റ്റർ പറഞ്ഞ ഏകദേശം ഒരു 30-45 സെക്കൻഡ് ഒന്നും കേൾക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ലീസിസ്റ്ററിന്റെ വോയിസ് ഒട്ടും കേൾക്കുന്നില്ല. അല്ല, എന്റെ ചോദ്യം ഇതാണ്, എക്യുപ്പ് ഈ പറയുന്ന കമന്ററി എടുക്കലെങ്കിൽ ഞാൻ പറയുന്നു ലീസിസ്റ്ററിന്റെ സൗണ്ട് കേൾക്കുന്നില്ലായിരുന്നു. ഇപ്പൊ മൈക്ക് ഒന്ന് എടുക്കാവോ? ലീസിസ്റ്ററെ, മൈക്ക് ഇപ്പൊ ഒന്ന് എടുക്കാവോ? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്ക് ഒന്ന് എടുക്ക്. ലീസിസ്റ്റർ പറഞ്ഞത് ലാസ്റ്റ് 45 സെക്കൻഡ് ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ബ്രദറെ ഇത്രയേ ഉള്ളൂ. പ്രൈസ് ലോർഡ് ജെയിംസ് സാറിന് സ്വാഗതം. ഞാനിവിടെ ചോദിക്കുന്നതാണ്, ഇപ്പോ 9 സാറേ ഒന്ന് കേൾക്കൂ. 9:111 പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയപരമായ കൊലയാണോ മതപരമായ കൊലയാണോ? 123 പറഞ്ഞിരിക്കുന്നത് 9:120. അത് ഞാൻ പറയാത്ത കാര്യമൊക്കെ അവര് പറയുന്നുണ്ടോ? ഇതൊക്കെ രാഷ്ട്രീയപരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ PFI പിടിച്ച മുദ്രാവാക്യത്തെ മാറ്റിയാ പറഞ്ഞുള്ളൂ. അത് വേറെ വിഷയം. ഞങ്ങൾ ചോദിക്കുന്നത് 123 താങ്കൾ പറഞ്ഞു ശത്രുവിനെ കൊല്ലാൻ എന്ന് പറഞ്ഞു അത് രാഷ്ട്രീയമാകും. പോയിട്ട് പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത അത് രാഷ്ട്രീയ മതപരമല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുഫറിനെ കൊല്ലാനാണ്. അപ്പൊ കുഫറിനെ കൊല്ലുന്നത് രാഷ്ട്രീയമാണോ മതപരമാണോ? അതാണ് ചോദ്യം. ഞാൻ പറയാത്തല്ല, ഞാൻ പറയാത്തൊക്കെ എന്റെ അടുത്ത് ചോദിച്ചു. നമ്മള് മറ്റേ ഗ്രന്ഥം വെച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആരും രാഷ്ട്രീയം കൊണ്ടേ കയറ്റിയതാണ്. ആ പറഞ്ഞതൊക്കെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തിനെ കുറിച്ചാണ് എങ്ങനെ കുറിച്ചാന്നുള്ളതൊക്കെ ഞാൻ വിശദീകരിച്ച് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിച്ചാന്ന് തഫ്സീർ വെച്ചിട്ട്. അതിൽ കൂടുതലൊന്നും ഇനി ഒന്നുമില്ല. തഫ്സീറിന് അപ്പുറത്ത് എന്ത് പറയാനാ? ഖുറാന്റെ വ്യാഖ്യ അത് അതിന്റെ വിവർത്തനവും പറഞ്ഞു തന്നു. ഇന്നതാണ്, ഇതിനെ കുറിച്ചാണ്, ഇന്ന സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്, ആ വിഷയം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ കണ്ടെടുത്ത് വെച്ച് തലവെട്ടണം എന്ന് പറയുമ്പോൾ അത് പോയിട്ട് അങ്ങനെ വെട്ടാനോ അത് എന്തുകൊണ്ടാണ് കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള ഒരു വിശദീകരണം ഉണ്ടാവില്ല. ഒരു കാര്യം പറയാൻ വിശദീകരണം ഉണ്ടല്ലോ, അതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് തലോടി. അതിന്റെ കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വിശ്വാസികളല്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതെന്റെ DP-യിൽ നോക്കിയാൽ കണ്ടുകൂടെ താങ്കൾക്ക്? അത് സിമ്പിൾ അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഇത് ചെയ്യേണ്ടത് സത്യവിശ്വാസികൾ. ആരെ ചെയ്യണം? സത്യം നിഷേധിക്കുന്നവരെ, അതല്ലെങ്കിൽ വിശ്വസിക്കാത്തവരെ. അത്രേ ഉള്ളൂ അവിടെ. അങ്ങനെയാണ് ഖുറാനിൽ പറയുന്നത്. ഇതിന് ഇത്ര തല പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവിടെ എഴുതി വെച്ചേക്കുന്ന കാര്യം നമുക്ക് എഴുതിയതുപോലെ വായിക്കാൻ എന്താ ബുദ്ധിമുട്ട്? യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ തലോടി, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, തലോടിയെ സംബന്ധിച്ച് താങ്കൾക്ക് അമാനി മൗലവിയുടെ തഫ്സീർ താങ്കൾ ഖുറാന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ട് മൗലവിയിലേക്ക് പോകും. താങ്കൾ ഖുറാനിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയൂ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കിയിട്ടല്ലേ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എഴുതിയിരിക്കുന്നത് ശത്രു എന്നല്ല, ഡിസ്ബിലീവേഴ്സ്, വിശ്വസിക്കാത്തവർ, സത്യനിഷേധികൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പ്രമാണത്തിലേക്ക് പോകാം. ആദ്യം എന്റെ പൊന്നെ ആദ്യ പ്രമാണമായ ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ വിവർത്തനമാണ് ഈ തഫ്സീറിൽ വരുന്നത്. അതെന്താണ് പറഞ്ഞത്, ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇപ്പുറത്ത് പറയുന്നത്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? അതിൽ പറഞ്ഞതിന്റെ തലോടിയുടെ റസൂൽ മുഹമ്മദ് അല്ല, തലോടിയുടെ റസൂൽ അമാനി മൗലവിയാണ് കേട്ടോ. എല്ലാരും കേട്ടല്ലോ. കാരണം ഇതെന്താ അറിയോ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഞാനതാ ചോദിച്ചത്. എന്നാ പിന്നെ ഡയറക്റ്റ്ലി അർത്ഥം വെക്കുമ്പോൾ ഞാൻ ആ വചനം ഇപ്പൊ ശാമുവേൽ 15:3 നേരെ എടുത്തിട്ട് നിങ്ങൾ യേശുക്രിസ്തു ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റൂല. ഇവിടെ അർത്ഥം വെക്കണ്ടെന്നേ, ഞങ്ങൾ പറയണ അർത്ഥം വെക്കാനല്ലല്ലോ. എന്താണ് എഴുതിയിരിക്കുന്നത് പിന്നീടല്ലേ. അത് താങ്കളോ ഞാനോ അമാനി മൗലവിയോ ആരർത്ഥം വെച്ചതൊക്കെ നമുക്ക് നോക്കാം. അർത്ഥം വെക്കുന്നതിലേക്ക് പോട്ടെ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, എഴുതിയത് എന്താ നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ തഫ്സീർ വായിക്കണ്ടേ? അതല്ലേ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലാണെങ്കിൽ അത് തഫ്സീർ വായിക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അതാ ചോദിക്കുന്നത്. നിങ്ങളൊരു കവിത എഴുതി, ആ കവിത ജനങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് പഠിച്ച ആള് പറഞ്ഞു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എക്കിപ്പോ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അർത്ഥത്തെ കുറിച്ചല്ല ബ്രദറെ പറയുന്നത്. ഒരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കവിതയ്ക്ക് ഒരു ലൈൻ ഉണ്ടാവും, അതിന്റെ ഉള്ളില് എന്താ പറയുക ശബ്ദങ്ങൾ ഉണ്ടാവും, പല പ്രയോഗങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഉള്ളതുപോലെ ആദ്യം വായിച്ചു കേൾപ്പിക്കും. ഓക്കെ, ഒരു ടീച്ചർ ക്ലാസ്സിൽ ഒരു കവിത പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ആ കവിത വായിക്കും. എന്നിട്ട് വായിച്ചിട്ട് പിന്നെയാണ് അതിന്റെ അർത്ഥം പറയുന്നത്. താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അപ്പൊ താങ്കള് അവിടെ അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്, താങ്കളുടെ ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് താങ്കളൊന്ന് DP ഇടൂ. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, താങ്കളുടെ ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിന്റെ DP ഇടൂ. ഞാൻ DP ഇട്ടുണ്ടല്ലോ. ഓക്കെ, അത് കുഴപ്പമില്ല. അതങ്ങനെ തന്നെ അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഇത് വായിച്ചതിന് 2 പ്രാവശ്യം വായിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ തഫ്സീർ എടുത്ത് ഇന്നതാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിൽ കൂടുതൽ ആൻസർ വേറെ ഇല്ല. ഇനി വേണമെങ്കിൽ ഞാൻ ആ DP ഞാൻ ഇട്ടുതരാം. ഓക്കെ, പ്രശ്നം കഴിഞ്ഞില്ലേ? DP 1 മിനിറ്റ് കൊണ്ട് ഇട്ടുതരാം. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോ. ഓക്കെ, എന്തായാലും തലോടിക്ക് അത്രയെങ്കിലും മാറ്റം വന്നല്ലോ. ദൈവമേ, 2 മണിക്കൂറിന് ശേഷം അദ്ദേഹം ഖുറാന്റെ ആ വായത്ത് DP ഇടാനെങ്കിലും ഒരുങ്ങിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജെയിംസ് ചായ, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. നിങ്ങൾ വളരെ രസകരമായ ഒരു ഡിസ്കഷനിലാണല്ലോ. ഈ എന്തുവാ വിറക് വെട്ടുന്ന പോലെ കോടാലി ഈ വിറക് മുട്ടി കയറി ഒട്ടക്കിയിട്ടിട്ട് വലിക്കുന്നത് പോലെ എത്ര കുടലെടുത്ത് കാണിച്ചാലും വാഴനാരെന്ന് പറയുന്ന ഒരവസ്ഥയിലാണല്ലോ നിങ്ങളിപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തലോടിക്ക് ജെയിംസ് ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു അവിടെ? തലോടി നേരത്തെ സംസാരിച്ചപ്പോ ഉണ്ടായിരുന്നോ അതോ ഇപ്പൊ വന്നതേ ഉള്ളൂ? ഉണ്ടായിരുന്നു. ഞാൻ കുറേയധികം കേട്ടു. അപ്പം തലോടി ഇപ്പം പറയുന്നേ നമ്മള് കമന്ററി അനുസരിച്ച് ആ ബൈബിൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്. ആക്ച്വലി ബിബ്ലിക്കൽ തിയോളജിയുടെ ABCD അറിയാവുന്നവർ അങ്ങനെ പറയുകയില്ല. നമുക്ക് ഒരു കമന്ററിയും നമുക്ക് ബാധകമല്ല. കമന്ററീസിനെ നമ്മൾ സെക്കൻഡറി ഡോക്യുമെന്റ് പോലുമായിട്ട് ഉപയോഗിക്കുന്നില്ല. നമ്മള് മറ്റൊരാൾ പറയുന്ന ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ അത് നല്ലതാണേ സ്വീകരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അല്ലാതെ ഒരു സെക്കൻഡറി ഡോക്യുമെന്റ് എന്നൊരു കൺസെപ്റ്റ് പോലും ബൈബിളിൽ ഇല്ല. നമ്മളെ സംബന്ധിച്ച് ബൈബിളാണ് അൾട്ടിമേറ്റ് അതോറിറ്റി, ദ ഒൺലി അതോറിറ്റി. ഈ അതോറിറ്റിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കി പറഞ്ഞാൽ അത് ബൈബിളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് ശരിയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും. അതിനൊരു ഉദാഹരണം നമ്മൾ ബെരോവക്കാരുടെ അപ്പോസ്തല പ്രവൃത്തി 17 വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ പോലും അവർ സ്ക്രിപ്ചറുമായിട്ട് ഒത്തുനോക്കി ശരിയാണെന്ന് തിട്ടപ്പെടുത്തുമായിരുന്നു. അതിനെ അവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ബൈബിളിന് ഒരു സെക്കൻഡറി അതോറിറ്റി ഇല്ല, അതോറിറ്റിയുടെ ആവശ്യമില്ല. ബൈബിളിനെ തന്നെ ബൈബിള് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രവചനങ്ങളിൽ വായിക്കുന്നത് ബൈബിളിൽ തെരഞ്ഞു നോക്കിയാൽ എണവാക്യങ്ങൾ ഇല്ലാതെ ഇരിക്കുകയില്ല. ഇനിയും തലോടി ഇങ്ങോട്ട് പറയുന്നത് ആക്ച്വലി ഹൈലി ആന്റി ഖുറാനിക് ആണ്. അതായത് ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഖുറാൻ ക്ലിയർ ആണെന്ന്. ഒരു ഉദാഹരണം പറഞ്ഞാല് സൂറ 5 ആയത്ത് 92. അതായത് ഖുറാൻ വളരെ ക്ലിയർ ആണ്, അത് വളരെ വ്യക്തമാണ്. പിന്നെന്തിനാ ഈ സെക്കൻഡറി ഇത് വെച്ചേക്കുന്നത്? ശരി, അവരുടെ പണ്ഡിതന്മാര് സെക്കൻഡറി ആയിട്ടുള്ളതും ടെർഷറി ആയിട്ടുള്ള പ്രമാണങ്ങൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വെച്ചിരിക്കുന്നതും ഖുറാൻ എതിരാ.
കാരണം ഈ ഖുറാനില് പലതും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുകയില്ലെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവരുടെ തക്കിയയുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ഈ സെക്കൻഡറിയും ടെർഷറിയും വെച്ചേക്കുന്നത്. ഖുറാൻ ക്ലിയർ ആണെങ്കിൽ പിന്നെ സുറ 5:92 വായിക്കുന്നത് പോലെ ഖുറാൻ അത്ര ക്ലിയർ ആണെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ വേറെ സെക്കൻഡറി ഡോക്യുമെന്റ് വെച്ചിരിക്കുന്നേ? അത് ഒരു തക്കിയയുടെ പാർട്ടാ. അതുപോലെ തന്നെ നമ്മൾ സുറ 10 ആയത്ത് 37 സുറ 10 ആയത്ത് 37 നോ ഡൗട്ട് അബൌട്ട് ദ വേഴ്സസ് ഇൻ ഖുറാൻ. ഖുറാനിലെ വേഴ്സസിനെ കുറിച്ച് ഒരു ഡൗട്ടും ഇല്ലെന്നാ പറയുന്നത്. അങ്ങനെ ഒരു ഡൗട്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരു സെക്കൻഡറി സോഴ്സ്? അതപ്പോഴ് ഈ ഖുറാനിൽ എംബാരസിംഗ് ആയിട്ടുള്ള പലതും എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആയത്ത് തന്നെ വളരെ ക്ലിയർ ആണ്. കുഫർ അല്ലെങ്കിൽ കാഫറുകളെ കണ്ടാൽ കൊല്ലണമെന്ന് തന്നെയാണ് കൽപ്പന. അത് വിശ്വാസം മാത്രമാണ് അതിന് അടിസ്ഥാനം. ശത്രുതയോ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിന് അടിസ്ഥാനമല്ല. അത് കാഫറുകളെ കൊല്ലുന്നതിനെ കുറിച്ച് തന്നെയാണ്. വിശ്വാസമില്ലാത്തവരെ, അള്ളാവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലുന്നതിനെ കുറിച്ച് തന്നെ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കേട്ട 2 ആയത്തുകൾ അനുസരിച്ച് 5:92 അതുപോലെ ഞാൻ ഉദ്ധരിച്ച 10:37 അനുസരിച്ച് ഖുറാൻ വളരെ ക്ലിയറാ. അപ്പൊ അതുകൊണ്ട് അത്ര ക്ലിയർ ആണെങ്കിൽ പിന്നെ ഈ സെക്കൻഡറി ഡോക്യുമെന്റിന് ഒന്നും ഒരു ആവശ്യമില്ല. ഖുറാൻ അനുസരിച്ച് തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് അദ്ദേഹം നടത്തുന്ന തലോടി നടത്തുന്ന ആർഗ്യുമെന്റ്സ് മുഴുവൻ ആന്റി ഖുറാനിക്കാണ്. വാസ്തവത്തിൽ അദ്ദേഹവും കാഫറിന്റെ കാറ്റഗറിയിലേക്ക് വരേണ്ടതാണ്. കാരണം ഖുറാനെതിരെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ഖുറാനിക് വിശ്വാസത്തിന് എതിരായതുകൊണ്ട് അദ്ദേഹവും വാസ്തവത്തിൽ ഒരു കാഫറായിട്ട് മാറുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞു ഓക്കെ, ഇദ്ദേഹം 1 ശമൂവേൽ 17 ട്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഈ വിഷയം മാറ്റാനായിട്ട്. അത് നമ്മൾ അതിനകത്ത് വീണ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞതുപോലെ എന്തുകൊണ്ട് 1 ശമൂവേൽ 17:3 പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് 1 ശമൂവേൽ 17:2 തന്നെ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. 15:3 അതെ, അതിന്റെ ഉത്തരം അതിന്റെ 15:2 തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും തലോടിക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ പുറപ്പാട് ഒന്ന് വായിച്ചു തരുമോ? അല്ല ഞാൻ പറയട്ടെ, ഇടയ്ക്ക് കയറാതെ തലോടി ശ്രദ്ധിക്കേ. ഞാൻ അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സെക്കൻഡറിയുടെ ആവശ്യമൊന്നുമില്ല, ബൈബിള് മാത്രം മതി. സെക്കൻഡറി വേണമെന്ന് പറയുന്ന ഒരു ബൈബിൾ തിയോളജിയനും ഇല്ല. അതുകൊണ്ട് സെക്കൻഡറി പ്രമാണങ്ങളിൽ ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഈ ഹൗസിലുള്ള ആരും വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ഒരു കമന്ററിയുടെ ആവശ്യമില്ല, ബൈബിള് മാത്രം മതി. 15:2 അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട്. ആ കാരണം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ മക്കള് വളരെ ബലഹീനമായ ഒരവസ്ഥയില് ദൈവം അവരോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയപ്പോഴ് അവരെ പിന്നിൽ നിന്ന് ആക്രമിച്ച് അവരെ തോൽപ്പിച്ച് അവരെ കൊല്ലാനും കൊന്നുമുടിക്കാനും ശ്രമിച്ചതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ചതിച്ച് കൊല്ലാനായിട്ട്. അപ്പം അതിനെതിരെ അന്ന് തന്നെ യഹോവ അരുളി ചെയ്ത ഒരു വാക്യം അവിടെ തന്നെയുണ്ട്. തലോടിക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. പുറപ്പാട് 17:14 എക്സോഡസ് 17:14. നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു. അപ്പം അന്ന് അവര് ചെയ്ത ആ ചതിവിന്റെ ആ ഒരു ഒരു കൊള്ളരുതായികയുടെ ശിക്ഷയായിട്ട് അന്നേ അവർക്ക് കൽപ്പിച്ച വിധിയാണ് അവരെ എക്സ്റ്റർമിനേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇനിയും ഇങ്ങനെ എക്സ്റ്റർമിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തുകൊണ്ട് പഴയ നിയമത്തിൽ അങ്ങനെ ദൈവം കൽപ്പനകൾ കൊടുത്തു? പഴയ നിയമത്തില് ദൈവം തന്നെയായിരുന്നു അവരുടെ രാജാവ്. അത് ഈ ശമൂവേലിന്റെ പുസ്തകം തന്നെ തലോടി വായിച്ചാൽ നമുക്ക് ഈ 8-ാം അധ്യായം തൊട്ട് 11-ാം അധ്യായം വരെ വായിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇസ്രയേലിന്റെ രാജാവ് അന്ന് യഹോവയാണ്. യഹോവ രാജധർമ്മം അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്തതായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
അത് ശരിയാ. ഇപ്പം കനാന്യരെ നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാ? അത് രാജധർമ്മം അനുസരിച്ച് യഹോവ ചെയ്ത ഒരു കാര്യമാണ്. ഈ കനാന്യര്, അത് നമ്മൾ ആവർത്തന പുസ്തകം 9:4-5 വാക്യങ്ങൾ വായിച്ചാൽ വളരെ ക്ലിയർ ആണ്. ഈ കനാന്യര് ബഹുദൈവ വിശ്വാസികളും അതുപോലെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷനിലും വിശ്വസിച്ചവർ ആയിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഡ്യൂട്രോണമി 12:30-31 വായിക്കുന്നത് പോലെ, ആവർത്തനം 12:30-31 വായിക്കുന്നത് പോലെ അവര് ചൈൽഡ് സാക്രിഫൈസുകൾ ചെയ്തിരുന്നു. അപ്പം അവരുടെ ചൈൽഡ് സാക്രിഫൈസ് ചെയ്തത് കൊണ്ട് അവരെ ആ ദേശത്ത് നിന്ന് നശിപ്പിച്ചു കളയാൻ രാജാവ് എന്നുള്ള നിലയിലും ന്യായാധിപൻ എന്നുള്ള നിലയിലും ദൈവം കൊടുത്ത കൽപ്പനയാണ് യോശുവയും കൂട്ടരും ചെയ്തത്. അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ഇസ്രായേല്യരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദേശം ഞാൻ തരുന്നത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് ഈ കനാന്യരുടെ പാപം കൊണ്ടാണ്, അവരുടെ അതിക്രമങ്ങൾ കൊണ്ടാണ്. അവരുടെ അതിക്രമങ്ങൾ എന്താണെന്ന് ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അപ്പം ഈ കമന്ററി ഇല്ലാതെ തന്നെ തലോടിക്ക് ബൈബിള് മനസ്സിലാക്കാൻ ഒരു അവസരവുമാകും. ആവർത്തനം 9:4, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തം അത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. അടുത്ത വാക്യം 9:5, നീ അവരുടെ ദേശം കൈവശമാക്കാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയപരമാർത്ഥവും നിമിത്തവും അല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും. അപ്പം അവരുടെ ദുഷ്ടത അങ്ങേയറ്റം കവിഞ്ഞപ്പോഴ് ന്യായാധിപനും രാജാവും എന്നുള്ള നിലയ്ക്ക് അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അവിടെ നിന്ന് അവരെ മാറ്റിക്കളഞ്ഞത്. അത് അവരുടെ ദുഷ്ടത എന്തായിരുന്നു എന്ന് 12:31 നമ്മൾ വായിക്കുന്നുണ്ട്. ആവർത്തനം തന്നെയാണ്, ഡ്യൂട്രോണമി 12:31. തലോടി വേണേ എഴുതിയെടുത്തോ, പിന്നെ ചെക്ക് ചെയ്യാമല്ലോ. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും, അതിനകത്താണ് ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെയുള്ള മ്ലേച്ഛതകളൊക്കെ. അതുപോലെ അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രീപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. അതായത് കെമോഷ് ദേവി എന്ന് പറയുന്നത് അവരുണ്ടാക്കിയിരുന്ന വിഗ്രഹങ്ങള് ഓടുകൊണ്ടുള്ള പൊള്ളയായ മനുഷ്യരൂപമായിരുന്നു, വലിയ ജൈജാന്റിക് ആയിട്ടുള്ള മനുഷ്യരൂപമായിരുന്നു. ഈ ഓടുകൊണ്ടുള്ള അതില് കൽക്കരി പോലുള്ള സാധനങ്ങൾ, കരിയും ഒക്കെ ഇട്ട് കത്തിച്ച് ഈ ഓട് ചുട്ടു പൊള്ളി നിൽക്കും. അപ്പോഴ് അതിന്റെ മുന്നോട്ട് നിൽക്കുന്ന കൈയിലേക്ക് ജീവനുള്ള കുഞ്ഞിനെ കൊണ്ട് വെച്ച് കൊല്ലുന്നതായിരുന്നു അവരുടെ യാഗം. അമ്മയപ്പന്മാർ അടുത്ത് നിൽക്കും, അവര് കരയാൻ പാടില്ലായിരുന്നു, കരഞ്ഞാൽ ദേവി പ്രസാദിക്കയില്ലെന്നായിരുന്നു അവരുടെ അന്നത്തെ സങ്കല്പം. അപ്പം ഇങ്ങനെയുള്ള മ്ലേച്ഛതകള്, കൊള്ളരുതാഴികൾ ചെയ്തതിന് ആ ദേശത്തിലെ ജനങ്ങളെ ദൈവം നീക്കിക്കളയാനായിട്ടാണ് കനാന്യരെ നീക്കിക്കളഞ്ഞത്. അമാലേക്യരുടെ കാര്യം 30-35 ലക്ഷത്തോളം വരുന്ന ഇസ്രായേല്യര് മരുഭൂമിയിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പുറകിലൂടെ ചെന്ന് അവരെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചതിന് ദൈവം അന്ന് വിധിച്ച വിധിയാണ് അവരെ നിർമൂലനം ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ചരിത്രപരമായിട്ട് ഈ അമാലേക്യരും ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ ചെയ്തിരുന്നവരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീതിമാനായ യഹോവ അവരുടെ രാജാവ് എന്നുള്ള നിലയിൽ ചെയ്ത ന്യായപ്രവൃത്തികളാണ് അതൊക്കെ. ഇന്നും നമ്മുടെ ഗവൺമെന്റുകൾ ഇതുപോലുള്ള ന്യായവിധികളും ന്യായപ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജഡ്ജിമാർ അനേകരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്. അതൊന്നും തെറ്റല്ല, അത് ഒരു ന്യായവിധിയുടെ ഭാഗമായിട്ട്, രാജധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയതുകൊണ്ട് ഇവിടെ ചെയ്യുന്നതാ. അതുപോലെ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്ന അനേകരെ ഇന്ത്യ കൊന്നിട്ടുണ്ട്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റനേക സ്ഥലങ്ങളിലും ചൈനയിലും ഒക്കെ കൊന്നിട്ടുണ്ട്. അതൊന്നും ഒരു തെറ്റല്ല. തലോടി അത് തെറ്റാന്ന് പറഞ്ഞാൽ ചിലപ്പം ജയിലിൽ കിടക്കും. അത് തെറ്റല്ല, അത് രാജധർമ്മത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇനി ബൈബിളിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം ന്യായാധിപനായിട്ട് രാജാവായിട്ട് ഭരിച്ച കാലം ഇസ്രായേലിന്റെ ആദ്യകാലത്താ. പിന്നീട് അവരെ റെസ്പോൺസിബിൾ ആക്കി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സമ്പൂർണമായിട്ടും മനുഷ്യനെ റെസ്പോൺസിബിൾ ആക്കിയിട്ട് നിന്റെ ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള പ്രമാണമാണ് ഇന്ന് ബൈബിളിന്റെ പ്രമാണം. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രസീവായിട്ട് പണ്ട് കാലത്ത് രാജധർമ്മം എടുത്ത് ചെയ്ത കാര്യങ്ങള് തലോടിയെ പോലുള്ളവരെടുത്ത് ക്രിസ്ത്യാനിറ്റിയുടെ തലമേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ഇന്നൊരു ക്രിസ്ത്യാനിയുടെ പ്രമാണം പുതു നിയമത്തിലുള്ള ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള പ്രമാണമാണ്.
ഈ പ്രമാണം ഖുറാനുമായിട്ട് കമ്പയർ ചെയ്താൽ ഖുറാൻ ഇതിന്റെ അടുത്ത് എങ്ങും വരികയില്ല തലോടി. ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹമായിരുന്നോ മുഹമ്മദ് ചെയ്തത്? നിങ്ങളുടെ പുസ്തകത്തില് എന്നേക്കുമായിട്ട് എല്ലാവരും അനുസരിക്കാൻ എഴുതി വെച്ചേക്കുന്ന എന്താ? ശമൂവേലിനോട് പറഞ്ഞത് ഒരു സ്പെസിഫിക് കേസിൽ തെറ്റ് ചെയ്ത ഒരു ജാതിയെ ദൈവത്തിന്റെ ന്യായവിധിയുടെ ഭാഗമായിട്ട് ശിക്ഷിക്കണമെന്നാ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ പ്രമാണം അങ്ങനെയല്ല. ലോകത്തിൽ ഏതൊരു കാഫിർ നിങ്ങളുടെ അടുത്തുണ്ടോ അവനെ കൊന്നു മുടിക്കണം എന്നുള്ള കൽപ്പനയാണ് നിങ്ങളുടെ പ്രമാണം. നിങ്ങളുടെ പ്രമാണം സ്പെസിഫിക് അല്ല, ജനറൽ ആണ്, സകല മാനവജാതിക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ പഴയ നിയമത്തില് ആരെയെങ്കിലും കൊല്ലണമെന്ന് ദൈവം എവിടെങ്കിലും കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രാജധർമ്മം പ്രമാണിച്ച് ഏതെങ്കിലും ഒരു ജാതിയെ അവരുടെ തെറ്റിന് ശിക്ഷ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചെയ്തിരിക്കുന്നത്. തലോടി വളരെ കോമൺ സെൻസ് ഉള്ള ആളാണെന്ന് എനിക്കറിയാം. കാരണം തലോടിയുടെ പല ഡിസ്കഷൻസും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നിരാകരിക്കാൻ മേലാത്ത ഒരു സത്യമാണ്. ശമൂവേലിന്റെ പ്രവചനത്തിൽ പുസ്തകത്തില് 15:3 പറഞ്ഞിരിക്കുന്നത് അത് ലോക മനുഷ്യര് എല്ലാവരും ചെയ്യണമെന്നുള്ള ഒരു കൽപ്പനയായിട്ടല്ല, ഒരു സ്പെസിഫിക് കേസില് ഒരു സ്പെസിഫിക് കൂട്ടം ആളുകള് സ്പെസിഫിക് ആയിട്ട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് അന്ന് അവരുടെ രാജാവ് യഹോവയായതുകൊണ്ട് തന്റെ അവസാന ന്യായാധിപൻ വഴി ദൈവം കൽപ്പിച്ച കാര്യമാണ് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അത് ഓക്കെ വായിക്കുന്നതിന് ഒരു ക്രിസ്ത്യാനിക്കും പറഞ്ഞു തീർന്നോട്ടെ തലോടി. അത് പറയുന്നതിന് ഒരു ക്രിസ്ത്യാനിക്കും ഒരു സങ്കോചവുമില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ അത് വായിച്ച് കേൾപ്പിക്കാം. അത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാന് ദൈവം ഒരു മിനിറ്റ് താങ്കൾ ഇപ്പൊ ഞാൻ സംസാരിച്ചതുമായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ വായിച്ച് കേൾപ്പിക്കട്ടെ, വായിക്കാൻ പോവാണ്. ഒരു സെക്കൻഡ് 1 ശമൂവേൽ തലോടി 15:2 പ്ലീസ്. വാക്യം തലോടി സൈന്യങ്ങൾ ജെയിംസ് ഒരു മിനിറ്റ്. തലോടിയുടെ ഒരു റിക്വസ്റ്റ് ആണ്. ജെയിംസ് അച്ചായൻ പറഞ്ഞു തീരുന്നവരെ മൈക്ക് എടുക്കരുത്. അദ്ദേഹം വളരെ ഞങ്ങൾക്കും കൂടെ കേൾക്കാനുള്ളത് കൊണ്ടാണ്. പ്ലീസ് തലോടി, ഞങ്ങളും കൂടെ വളരെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തലോടി ഡിസ്റ്റർബ് ചെയ്യല്ലേ. അദ്ദേഹം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നിർത്തും. അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് മൈക്ക് എടുക്കാം. ഓക്കെ, പ്ലീസ് ജെയിംസ് അച്ചായൻ കണ്ടിന്യൂ. ഓക്കെ. 1 ശമൂവേൽ 15:2 വാക്യം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ആകയാൽ നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെ നിർമൂലമാക്കി കൊള്ളുക. അവരോട് കനിവ് തോന്നരുത്. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മുല കുടിക്കുന്നവരെയും കാള ആട് ഒട്ടകം കഴുത എന്നിവയെയും സംഹരിച്ചു കളയുക. ഇത് ഒരു സ്പെസിഫിക് കുറ്റം ചെയ്തതിന് ഒരു സ്പെസിഫിക് കൂട്ടം ആളുകൾക്കെതിരെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വ്യക്തിക്ക് കൊടുത്ത ഒരു പ്രത്യേക കാലത്തേക്കുള്ള കൽപ്പനയാണ്. അല്ലാണ്ട് 50,000 വർഷം മുമ്പേ സ്വർഗത്തിൽ എഴുതി വെച്ച് 1700 വർഷങ്ങൾക്ക് മുമ്പേ അല്ലെ 1500 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യർക്ക് കൊടുത്തിട്ട് എല്ലാ കാലത്തും മനുഷ്യർ ചെയ്യാനായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വാക്യഭാഗമല്ലിത്. മറിച്ച് ഖുറാനില് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ആയത്തിൽ പറയുന്നത് കാഫിറുകളെ കൊന്നുകളയണമെന്ന് തന്നെയാണ്, അവിശ്വാസിയെ കൊല്ലണമെന്ന് തന്നെയാണ്. മാത്രമല്ല ഇത് മുഹമ്മദ് നബി അനേക കാര്യങ്ങളിൽ അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഹൗസിലുള്ള ധാരാളം പേരുടെ അതിൻ്റെ എല്ലാ ചരിത്രമായിട്ടുള്ള രേഖകളുണ്ട്. അവർ തലോടിയെ വായിച്ച് കേൾപ്പിക്കും. അപ്പം ഖുറാൻ എല്ലാ മനുഷ്യർക്കുമായിട്ട് കൊടുത്ത ആ ജനറൽ കൽപ്പന, യൂണിവേഴ്സൽ കമാൻഡ്മെന്റ് അതുപോലെ മുഹമ്മദ് തൻ്റെ ജീവിതകാലത്ത് നടത്തിയിട്ടുണ്ട്. സമാധാനമായിരിക്കുന്ന അനേക ജനതയെ പോയി കൊന്നുമുടിച്ച് അവരുടെ വസ്തുവകൾ കൊള്ളയടിച്ചിട്ടുണ്ട്, സ്ത്രീകളെ സ്വന്തമാക്കിയിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം ഖുറാനിലെ ഒരു യൂണിവേഴ്സൽ കമാൻഡ്മെന്റ് ആണ് അത്. മുസ്ലിംസ് പലരും പലർക്കെതിരെയും കാലാകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യവുമാണ്. അത് അവരുടെ കൽപ്പനയാണ്. അത് ചെയ്യാതിരിക്കുകയോ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയോ ചെയ്യുന്നവരും കാഫിറാണ്. അപ്പം തലോടി അതിനെതിരെ പറഞ്ഞാൽ തലോടിയും കാഫിറിന്റെ കടത്തിലും സൂക്ഷിച്ചോണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ ജെയിംസ് ബ്രദറെ, ഇവിടെ ഇപ്പൊ താങ്കൾ ഇപ്പൊ അത് വായിച്ചു. താങ്കൾ 9:6 ഒന്ന് വായിക്കൂ. താങ്കൾ ഇപ്പൊ 9:6 എടുത്തു കഴിഞ്ഞാല് ഒരു ഉദയവിശ്വാസി നിങ്ങളുടെ അടുത്ത് അഭയം തേടി കഴിഞ്ഞാൽ നിങ്ങൾ അവന് അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അവനെ എത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവനായിട്ട് കൊല്ലാനല്ലേ പറയാ. അല്ല, അതൊരു കൺവേർഷനുള്ള ശ്രമമാണ്. ഒരു സെക്കൻഡ് വെയിറ്റ്. നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അതായത്
9:6 പറയുന്ന ഒരു സത്യനിഷേധിയായ ഒരാൾ നിങ്ങളുടെ അടുത്ത് അഭയം തേടി വന്നാൽ നിങ്ങൾ അവൻ അഭയം കൊടുക്കുകയും എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തതിന് ശേഷം അവനെ യഥാർത്ഥ സ്ഥലത്ത് എത്തിച്ച് അവനെ സുരക്ഷിതമായിട്ട് സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 9:23 9:11 ഒക്കെ എടുത്തിട്ട് നിങ്ങൾ വായിക്കുന്ന പോലെയാണെങ്കിൽ ആ വ്യക്തിയെ അന്നേരം ഇസ്ലാം ആകാൻ താല്പര്യം ഇല്ലെങ്കിലോ? പറയട്ടെ അവിടെ ഇസ്ലാം മതം അവൻ സ്വീകരിക്കോ സ്വീകരിക്കാതെ അവനെ പറ്റി ഇത് ഞങ്ങൾ ഒരു പറഞ്ഞു കൊടുക്കാന്ന് മാത്രമല്ല, അവനെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. പക്ഷെ എനിക്ക് പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ല. അങ്ങനെയാണെങ്കിലോ? എന്നാലും കുഴപ്പമില്ല, അവിടെ അയാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് അവിടെ ബോധ്യപ്പെടുന്നത്. ഞാൻ പറയട്ടെ, അപ്പൊ എന്റെ പൊന്നു സഹോദര, ഒരു വിറ്റ് അത് അവിടെ പറഞ്ഞിരുന്ന അല്ലാണ്ട് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അവിടെ എത്തിച്ചു കൊടുക്കുന്നത് ആ വചനം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനത്തെ പറയുന്നു കൊല്ലാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് അയാളെ കൊല്ലാനല്ല പറയാ. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഓരോന്നിൻ്റെതായ ഇതുണ്ട്. ഇപ്പോ ഇത് ജെയിംസ് ബ്രദർ ഈ 15:3 പറയാൻ വേണ്ടിയിട്ട് ഏകദേശം 8ഓളം വചനങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹം ആവർത്തനം പറയുന്നു, തനിയാവർത്തനം പറയുന്നു, ഒരുപാട് ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം വായിച്ചു, ഇദ്ദേഹം പറഞ്ഞു യഹോവ എന്ന് പറഞ്ഞ ദൈവം, ഈ ദൈവത്തിന് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി എത്ര പാപം ചെയ്താലും ദൈവം തൗബ സ്വീകരിക്കാത്തൊരു ദൈവമായി മാറുകയാണ് അവിടെ. കാരണം മനുഷ്യൻ തെറ്റ് ചെയ്യും, തെറ്റ് ചെയ്താൽ മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ്, തെറ്റ് ചെയ്യുന്ന പ്രകൃതിയാണ്. അത് തൗബ ചെയ്താൽ സ്വീകരിക്കാത്ത ഒരു ദൈവമാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം എന്താണ്, അവിടെ പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ സ്നേഹം എന്ന് പറയുക? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സ്നേഹം എന്ന് പറയുന്നത് അവിടെ പ്രശ്നമുണ്ട്, രക്ഷ അതിലൂടെ ഇല്ല. കാരണം തെറ്റ് ചെയ്ത മനുഷ്യന് രക്ഷയില്ല. കാരണം അവനെ കൊന്നുകളയാനാണ് നിങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നത്. താങ്കൾ തന്നെ ഇപ്പൊ വായിച്ചു. ഞാൻ പറഞ്ഞത് ശത്രുക്കളുടെ കാര്യമാണ്. നിങ്ങളുമായിട്ട് ആരെങ്കിലും ശത്രുതയിലുണ്ട്, നിങ്ങളെ യുദ്ധം ചെയ്യാൻ നിങ്ങളോട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് യുദ്ധം ചെയ്യാം. നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ യുദ്ധം ചെയ്തേ പറ്റുമെന്ന കണ്ടീഷൻ വന്നാൽ മാത്രമേ അവിടെ യുദ്ധം ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാണ്ട് ഓടിക്കയറിപ്പോ യുദ്ധം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ കയറിയിട്ട് നിങ്ങൾ ആക്രമിച്ച് കീഴടക്കി നിങ്ങൾ അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കണമെന്ന് പറയുന്ന ഈ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു വചനം നിങ്ങൾ കാണിച്ച ഒരു നാട്ടിലേക്ക് കയറി ചെന്ന് ആ നാട്ടിൽ യുദ്ധം ചെയ്ത് നിങ്ങൾ അവരെ കൊള്ളയടിച്ച് ചെയ്യണം, അതിന് അക്രമപരമായിട്ട് ചെയ്യണം. അവർ നിങ്ങളോടൊന്നും ചെയ്യാത്ത രീതിയിൽ അതൊന്നും കാണിച്ചു തന്നെ എനിക്ക്. അത് അവർ നിരപരാധിയായിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കയറിയിട്ട് യുദ്ധം ചെയ്ത് അവരെ അവിടുത്തെ മുതലുകളൊക്കെ കൊള്ള മുതലായി പിടിച്ചു കൊണ്ടുവരണം, അവിടുത്തെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരണം പറയുന്ന ഒരു വചനം കാണിക്കുക ജെയിംസ് ബ്രദറെ. അതായത് ഈ പാപം ഏറ്റു പറയുന്ന ആളിനെ കൊന്നുകളയണം. കാരണം അത് പാപത്തിന്റെ അംഗീകരണമാണെന്ന് പറയുന്ന പ്രമാണം ഖുറാനിലുണ്ടല്ലോ, ഇസ്ലാമിലുണ്ടല്ലോ. പാപം ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആ തൗബ സ്വീകരിക്കുന്ന അള്ളാഹുവാണ്. അവിടെ രാജ്യത്തിന്റെ നിയമമല്ല, രാജ്യത്തിന്റെ നിയമമല്ല. ഇത് ദൈവമാണ് കൊല്ലാൻ കൽപ്പിച്ചത്. നിങ്ങളെ ദൈവമാണ് കൊല്ലാൻ കൽപ്പിച്ചത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇസ്ലാമില് ഒരാൾ തെറ്റ് സമ്മതിച്ചു കഴിഞ്ഞ് വേണം അവനെ കൊല്ലാൻ, അല്ലേ? തെറ്റ് സമ്മതിച്ചാൽ അവൻ തെറ്റ് സമ്മതിച്ചു അതുകൊണ്ട് കൊല്ലാമെന്നുള്ളതിന് പ്രമാണമുണ്ട്. ഇനി ഞാൻ ഇങ്ങോട്ട് വരാം. അത് രാജ്യത്തിന്റെ നിയമമാണ്, രാജ്യത്തിന്റെ നിയമമാണ്, അത് രാജ്യത്തിന്റെ നിയമമാണ്. ശരീഅത്ത് അനുസരിച്ചുള്ള നിയമമാണത്. ശരീഅത്ത് ഖുർആൻ അധിഷ്ഠിതമാണ്. അയാളെ തൗബ സ്വീകരിക്കുക, അത് തൗബ ചെയ്യുന്നത് ദൈവത്തോടാണ്. നമ്മളിപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വലിയ ശിർക്ക് ചെയ്തു, ഞാനത് തൗബ ചെയ്യുന്ന അള്ളാഹാണ്. ഒരു സെക്കൻഡ്, ഞാൻ തൗബ ചെയ്യുന്ന അള്ളാഹിനോടാണ്. അതേസമയം ഞാൻ രാജ്യത്തിന്റെ ഞാൻ ജെയിംസ് ബ്രദറെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമത്തിന്റെ അവർ എന്നെ ശിക്ഷിക്കും. അത് ലോ ആണ്. മറ്റേ ദൈവമായിട്ട് നമ്മൾ ചെയ്യുന്ന കരാറാണ്. കരാറെന്ന് വെച്ചാൽ എന്നെ നീ പുറത്ത് തരണമേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ നിന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്തു, അത് നീ പുറത്ത് തരുന്നത് തൗബ ചെയ്യുന്നതാണ്. അത് പൊറുക്കാനും പൊറുക്കാതിരിക്കാനും ദൈവത്തിന്റെ അവകാശമാണ്. ഈ 15:3 അമാലേക്കര് തൗബ ചെയ്തതായിട്ട് പറയുന്നുണ്ടോ? അല്ലല്ല, നിങ്ങൾ ഒരു മിനിറ്റ്, അത് നിങ്ങളല്ല തൗബ ചെയ്ത്, നിങ്ങൾ അങ്ങനെ ഇത് വെച്ചിട്ടുണ്ടോ, രക്ഷ വെച്ചിട്ടുണ്ടോ? അതായത് നിങ്ങളെ രക്ഷ തന്നെ വരുന്നത് യേശു ക്രിസ്തുവിലൂടെ അല്ലേ? അപ്പൊ യേശു ക്രിസ്തു വരാതെ നിങ്ങൾ അവർക്ക് എങ്ങനെ, അപ്പൊ അവരെങ്ങനെ കൊല്ലുക? നിങ്ങൾ യേശു ക്രിസ്തു വന്നാലാണ് രക്ഷ. യേശു ക്രിസ്തു വന്നാലാണ് രക്ഷ. യേശു ക്രിസ്തു വന്നാലാണ് രക്ഷ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് അങ്ങനല്ല തലോടി ബൈബിള് പഠിക്കുന്നത്. തലോടി എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ അവിടുന്ന് ഇവിടുന്നും എതിർക്കുന്നവരും മുസ്ലിം ഗുരുക്കളും പഠിപ്പിക്കുന്നത് കേട്ടാണ് പഠിച്ചിട്ടുള്ളത്. എന്നാൽ ലോക സ്ഥാപനത്തിന്റെ ആദ്യം തൊട്ടേ ക്രിസ്ത്യാനിറ്റിയിലെ രക്ഷയുടെ സങ്കല്പമുണ്ട്, രക്ഷയുടെ ഉപദേശമുണ്ട്.
അത് യാഗത്തിലൂടെയാണ്. പക്ഷേ ഈ യാഗങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് യേശുക്രിസ്തുവിനെയാണ് കാണിച്ചിരുന്നത്. ഈ ഉപദേശം നമുക്ക് തലോടിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എബ്രായ ലേഖനം എന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ ഒരു പുസ്തകമുണ്ട്. എബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിലേക്കൊക്കെ ചെന്നാൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പം പഴയ നിയമത്തിലുള്ള ആൾക്കാര് യേശുക്രിസ്തുവിൽ ഇൻഡയറക്റ്റ് ആയിട്ട് വിശ്വസിച്ചിരുന്നു. അത് യാഗമർപ്പിക്കുക വഴിയാണ്. അവരോരോ തവണയും യാഗം അർപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ അവർ പറഞ്ഞിരുന്നത്, ഇതാ ഒരു യേശുക്രിസ്തു വരാനുണ്ട്, ആ യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ യാഗം ദൈവം കണക്കിലെടുത്ത് പാപമോചനം തരും എന്നുള്ള വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എബ്രായ ലേഖനം 11 വായിക്കുമ്പോഴെല്ലാം ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. 11 കുറെ പഴയ നിയമ വിശ്വാസികളെ കുറിച്ച്, അബ്രഹാം ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ട് ഹീബ്രൂസ് 11:13 പറയുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അവരും വിശ്വാസത്തിലാണ് മരിച്ചത്. അതായത് ദൈവവിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ഇനിയും 11:40 ഇങ്ങനെ പറയുന്നുണ്ട്, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞാൽ അവരും നമ്മളോടുകൂടെ, പുതിയ നിയമ വിശ്വാസികളോടുകൂടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ദൈവത്തിന്റെ രക്ഷാപൂർത്തി പ്രാപിച്ചു എന്ന് തന്നെയാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ബൈബിളിലെ ഡോക്ട്രിൻ തീരെ അറിയാതെ തത്വങ്ങൾ പറഞ്ഞാൽ തലോടി തെറ്റിപ്പോകും. പഴയ നിയമ വിശ്വാസികൾക്ക് യാഗത്തിലൂടെയുള്ള പാപമോചനം ദൈവത്തിന്റെ പ്രമാണമാണ്. ബൈബിളിലെ അനേക അധ്യായങ്ങള്, ഇനി തലോടി എന്ന കുത്തിയിരുന്ന ലേവ്യ പുസ്തകം, അതുപോലെ ആവർത്തന സംഖ്യാപുസ്തകത്തിന്റെ നല്ലൊരു ഭാഗം, ആവർത്തന പുസ്തകം, ഇതൊക്കെ ഒന്ന് വായിച്ചാൽ യാഗങ്ങളെ കുറിച്ചുള്ള തത്വങ്ങൾ കിട്ടും. ഈ യാഗങ്ങൾ മുഴുവൻ പാപമോചനത്തിനുള്ള മാർഗമായിരുന്നു. ഒരാൾ യാഗം അർപ്പിക്കുന്നത് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോഴാണ്. ഞാനൊരു പാപിയാണ്, ഒരു തെറ്റുകാരനാണ്, എന്റെ തെറ്റ ദൈവം ക്ഷമിക്കണമെങ്കിൽ ഞാൻ ഒന്ന് അനുതപിക്കണം, ദുഃഖിക്കണം, 2 അതിനുവേണ്ടി ഒരു യാഗം അർപ്പിക്കണം. അതായിരുന്നു യാഗത്തിന്റെ തത്വം. ഈ യാഗമെല്ലാം ആത്യന്തികമായിട്ട് യേശുക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. യേശുക്രിസ്തുവിലൂടെ വരുമ്പം ഇതാണ് അതിന്റെ തത്വം. അത് ഇന്നത്തെ ലോക നിയമങ്ങളുമായിട്ടും മനുഷ്യന്റെ യുക്തിയായിട്ടും ശാസ്ത്രമായിട്ടും എല്ലാം ചേർന്ന് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ് യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം എന്ന് പറയുന്നത്. ഞാൻ ഒരാൾക്ക് 1,00,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അതും അതിന്റെ പലിശയും വേറൊരാൾ കൊടുത്താൽ എന്റെ കടം തീരും. ഞാൻ ഒരാളെ അടിക്കുകയോ വല്ലതും ചെയ്താൽ അതിനൊരു കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം. 3 വർഷം ജയിലിൽ കിടക്കണം. അല്ലെ ഒരാളെ കൊന്നാൽ ജീവപര്യന്തം ജയിലിൽ കിടക്കണം. ചില കേസിന് വധശിക്ഷ. അതാണ് അതിന്റെ കോമ്പൻസേഷൻ. ഓരോ തെറ്റിനും ഒരു അഡിക്വേറ്റ് കോമ്പൻസേഷൻ, ന്യായമായ കോമ്പൻസേഷൻ ഏറ്റാലേ ഇന്ന് ലോകത്തില് ആർക്കും തെറ്റിൽ നിന്ന് വിടുതലുള്ളൂ. അത് മുസ്ലിം രാജ്യങ്ങളിലും ഉള്ള പ്രമാണം ഇത് തന്നെയാ, ലോകത്തിലെ സകല രാജ്യങ്ങളിലും ഉള്ള പ്രമാണമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ കടും പാപിയാണ്, കൊടും പാപിയാണ്, നിത്യശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അവന്റെ പാപത്തിന് പകരമുള്ള ശിക്ഷ പരിശുദ്ധനായ യേശുക്രിസ്തു അനുഭവിച്ച് മരിക്കുക എന്നുള്ള പ്രമാണമാണ് മാനവജാതിയുടെ പാപപരിഹാരത്തിനുള്ള ഏക ലോജിക്കൽ മാർഗം. ഈ ലോകത്തിൽ എവിടെയെങ്കിലും കാണാവുന്ന വചനാനുസരണവും യുക്തിസഹവുമായിട്ടുള്ള ഏക മാർഗം അതാണ്. ഞാന് ഒരു കൊടുംപാപിയാണ്, എന്റെ സകല പാപങ്ങൾക്കും വേണ്ടിയുള്ള ശിക്ഷ യേശുക്രിസ്തു എനിക്കായിട്ട് പകരം ഏറ്റെടുക്കുക, അതിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് പാപമോചനം കിട്ടും. ഇതാണ് ഏറ്റവും യുക്തിസഹമായിട്ടുള്ള പാപമോചന പരിഹാരം. അത് യേശുക്രിസ്തു ആയതുകൊണ്ട് എന്താ പ്രത്യേകത? യേശുക്രിസ്തു പരിശുദ്ധനായിരുന്നു. ഈ ലോകത്തിൽ ഒരു പാപവും ചെയ്തിട്ടില്ല. അതൊരു മുസ്ലിമിന് പോലും ഡിനേ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. താൻ ദൈവമായിരുന്നു, ദൈവവും മനുഷ്യനുമായിരുന്ന യേശുക്രിസ്തു മരിച്ചതുകൊണ്ട് എൻ്റെ ശിക്ഷകൾ നിത്യമായിട്ട് ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. കാരണം നിത്യാസ്തിക്യമുള്ള എറ്റേണൽ ഗോഡായിരുന്ന ആള് മനുഷ്യനായിട്ട് അവതരിച്ച് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എൻ്റെ എറ്റേണൽ പണിഷ്മെന്റ് ക്യാരി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ അഡിക്വേറ്റ് കോമ്പൻസേഷൻ എനിക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ വേറൊരു മനുഷ്യന് പറ്റത്തില്ലായിരുന്നു, ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചാലേ പറ്റത്തുള്ളായിരുന്നു. അതാണ് യേശുക്രിസ്തു ചെയ്തത്. അപ്പം അഡിക്വേറ്റ് കോമ്പൻസേഷൻ സഹിച്ച് തെറ്റിന് പരിഹാരം വരുത്തുക എന്നുള്ള
സകല മതങ്ങളുടെയും സകല നിയമങ്ങളുടെയും ഒക്കെ അന്തസ്സത്തെ അതാണ്. പക്ഷെ എങ്ങും അത് നിവർത്തിക്കപ്പെട്ടില്ല. അത് ആത്യന്തികമായിട്ട് നിവർത്തിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. ആ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന യാഗങ്ങള് ആദം തൊട്ട് ഇങ്ങോട്ട് എല്ലാവരിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവർക്കെല്ലാം പാപമോചനം ലഭിച്ചത് യേശുക്രിസ്തുവിന്റെ പാപമോചന വ്യവസ്ഥയിലൂടാണ്. പക്ഷെ പഴയ നിയമത്തിലുള്ളവര് മുന്നോട്ട് നോക്കി വിശ്വാസത്താൽ ആ യാഗത്തെ കണ്ടു. ഇന്ന് ജീവിക്കുന്ന നമ്മള് പുറകോട്ട് നോക്കി ചരിത്ര സംഭവമായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിച്ചാൽ പാപമോചനം കിട്ടും. കാരണം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് വേണ്ടിയുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ശിക്ഷ, അഡിക്വേറ്റ് ആയിട്ടുള്ള മോചനദ്രവ്യം കൊടുത്തു. അതുകൊണ്ട് ഇന്ന് ആർക്കും സമ്പൂർണ്ണ പാപമോചനത്തിനുള്ള ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ്. അപ്പം പഴയ നിയമത്തില് രക്ഷാമാർഗം ഇല്ലായിരുന്നു, തൗബ ഇല്ലായിരുന്നു എന്നുള്ള അബദ്ധമൊന്നും പറയരുത്. യാഗം മുഴുവൻ 5 തരം യാഗങ്ങള്, ലക്ഷക്കണക്കിന് ആളുകള് ആടുകളെയും മൃഗങ്ങളെയും യാഗം അർപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പശ്ചാത്താപത്തിന്റെയും അതുപോലെ പാപമോചനത്തിനായിട്ടുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പാപം മോചിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അപ്പം ഖുറാനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്റെ തലോടി. അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് റിഡംഷൻ, പാപമോചനമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇദ്ദേഹം പറഞ്ഞു എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് പ്ലീസ്. അത് ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഒരു മിനിറ്റ്. അതായത് ഇദ്ദേഹം അതിന് മുമ്പിട്ട് പറയണം. അതിന് മുമ്പിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ബ്രദറെ, പ്ലീസ്. ഒരു മിനിറ്റ്. ഇദ്ദേഹം പറഞ്ഞു വെച്ചെന്ന് വെച്ചാല് ഞാൻ അത്ര നേരം കേട്ടിരുന്നല്ലേ, ഞാൻ കേട്ടിരുന്ന ഒരേ സെക്കൻഡ് പറഞ്ഞാട്ടെ സാറേ, എനിക്കൊരു ഡൗട്ട് കൂടെ വന്നത്, നമ്മുടെ പാവത്തിന് വേണ്ടിയിട്ട് മരിച്ചു, അതുകൊണ്ട് ഇനി നമുക്ക് പാവങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ അതോ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളൊരു ലോജിക്കാണ് വരുന്നത്? അതായത് അങ്ങനെ വിശ്വസിച്ചാൽ അതെ, നമ്മുടെ സകല പാപങ്ങൾക്കും വേണ്ടിയുള്ള ശിക്ഷ അഡിക്വേറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, മാത്രമല്ല ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി യേശുക്രിസ്തുവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിച്ചോളാമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ യെസ്, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് തീരും, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. അപ്പം ജർഷവൻ സഹോദരൻ പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാല് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയും അതിൽ പശ്ചാത്തപിക്കുകയും വേണം. 2, യേശുക്രിസ്തു എന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു, അഡിക്വേറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കണം. 3, യേശുക്രിസ്തുവിനെ എന്റെ കർത്താവായിട്ട് സ്വീകരിക്കണം, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കണം. ഈ 3 കാര്യങ്ങൾ നടക്കുന്നതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇനിയും ഈ വിശ്വസിക്കണമെന്ന് പറയുന്നതിനും കൂടെ അതിന് ബൈബിള് തന്നെ അതിന് വേണ്ട വ്യക്തത തരുന്നുണ്ട്. മനുഷ്യനെ സ്വതന്ത്ര ഇച്ഛയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടാനുള്ള തീരുമാനം പോലും ദൈവം മനുഷ്യൻ തന്നെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനെ ഒരു റോബോട്ടാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ആ കാര്യത്തില് മനുഷ്യൻ തന്റെ ഫ്രീ വിൽ ഉപയോഗിച്ച്, ഇച്ഛ ഉപയോഗിച്ച് ഒരു തീരുമാനം എടുക്കണം. യെസ്, ഐ ആം എ സിന്നർ, ഐ എം സോറി അബൌട്ട് ദാറ്റ്. ഞാനൊരു പാപിയാണ്, എനിക്ക് പാപത്തെക്കുറിച്ച് ദുഃഖമുണ്ട്. മാത്രമല്ല എനിക്ക് ആ പാപത്തെക്കുറിച്ച് എനിക്ക് പകരമായിട്ട് മരിച്ച യേശുക്രിസ്തു വഹിച്ച കാര്യം എനിക്ക് ബോധ്യമുണ്ട്. ഇനി മുതൽ യേശുക്രിസ്തുവിനായിട്ട് ജീവിച്ചു കൊള്ളാം. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കും, നമ്മളൊരു പുതിയ മനുഷ്യനായി തരും. ഇതിനാണ് രക്ഷിക്കപ്പെടുക, റിഡംഷൻ, പാപമോചനം എന്ന് പറയുന്നത്. ഇതാണ് ബൈബിളിലെ പാപമോചനം. താങ്ക് യു. ജെയിംസ് സാറേ, അതിനകത്ത് ഒരു മിനിറ്റ് അതിൽ ഒരു കാര്യം കൂടെ നമ്മുടെ ഉറച്ച വിശ്വാസം എന്നല്ലേ, അതായത് ഇനിമേൽ ഞാനൊരു പാപം ചെയ്യില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസമല്ലേ? ജസ്റ്റും ബ്രദറെ ഒരു മിനിറ്റ്, നമുക്ക് ആക്ച്വലി തലോടിക്ക് ഒരു അവസരം കൊടുക്കാം. കാരണം നമ്മൾ ഇവിടെ ഉണ്ടല്ലോ. ജെയിംസ് അച്ചായനും നമ്മുടെ കേൾക്കും, ഒരു മിനിറ്റ്. ജെയിംസ് അച്ചായനും നമ്മുടെ ആളാണ്, ജസ്റ്റും നമ്മളെല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. തലോടി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമല്ലേ, അദ്ദേഹത്തിന്റെ ചോദ്യം കൊടുക്കും. അദ്ദേഹത്തിന് ഒത്തിരി നേരം ആയല്ലോ. ഓക്കെ, ഞാൻ ഇപ്പൊ ജെയിംസ് ബ്രദർ ഇവിടെ സംസാരിച്ച വിഷയത്തിൽ ഇദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തുവിനെ കുരിശിൽ തറക്കി അതൊരു ബലിയാണ് അവിടെ കൊടുക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി മനുഷ്യൻ
അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് നിങ്ങളുടെ പാപം ഏറ്റു പറഞ്ഞാൽ മതി. അതായത് നിങ്ങൾ പാപം ഏറ്റു പറയുന്നു, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കും. അവിടെ നിങ്ങൾ ഈ ഒരു ബലി കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനോ വേണം. ഡയറക്റ്റ്ലി നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറ് പിന്നീട് നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഞാൻ ഇറങ്ങിപ്പോട്ടെ. ഞാൻ തലോടി ഇവനോട് ഉള്ള മുസ്ലിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? എന്തെങ്കിലും വിവരക്കേട് പറയാതെ സഹോദര. ആരാണ് മുസ്ലിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്? അത് പറ. ഈ അള്ളാഹു തന്നെയല്ലേ? പുള്ളി പോയി. പുള്ളി എന്താ പോയേ? നസ്രീം ബ്രോ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമില്ലായിരുന്നു, നമുക്കൊരു ഇരയായിരുന്നു. ഏതായാലും സോൾജർ ബ്രദറെ, ഞാൻ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുകയാണ്. അല്ലല്ല, ജെയിംസ് കറക്റ്റാണ്. സാറ് നല്ല വൃത്തിയായിട്ട് ഒരു അത് പറഞ്ഞു. ഞാനത് കേട്ടോണ്ടിരിക്കുവായിരുന്നു. കുരിശ് കണ്ടു കഴിഞ്ഞാൽ ആർക്കാലും ഒരു ചെറിയൊരു പേടി വരും. അല്ല നമ്മള് ഞാനേ സോൾജർ ബ്രദറെ, നസ്രീം ബ്രോ ഒരു കാര്യം പറ്റേ, നമ്മള് ഈ ഒരു കാര്യത്തിൽ നമ്മള് ക്ഷമ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ലെവലിൽ ക്ഷമ പിടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. ആ സംസാരിക്കട്ടെ, കാരണം 2-3 മണിക്കൂർ സംസാരിക്കട്ടെ. അങ്ങനെ ആ സംസാരത്തിൽ നിന്ന് മാത്രമേ ഇവരുടെ ഉള്ളിലുള്ളത് പുറത്ത് വരികയുള്ളൂ. ഇപ്പൊ നസ്രീം ബ്രോ ചോദിച്ചപ്പോ ഉത്തരമില്ല എന്നുള്ളത് കൃത്യമായി ഉടനെ ഓടിയുണ്ടോ? അല്ല, ഈ അപ്പൊ നമ്മൾ ആ ലെവലിൽ തലോടി ഓടാനായിട്ട് ഒരു അവസരം കാത്തിരിക്കുവായിരുന്നു. തലോടി അങ്ങനെ ഒരു കാര്യമൊന്നും ഞാൻ ചോദിച്ചുമില്ല. അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ പുള്ളി പറഞ്ഞ കാര്യത്തിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇപ്പോഴത്തെ കാര്യം. ഞാൻ സോൾജർ ബ്രദറെ, പുള്ളി പറഞ്ഞ വിഷയത്തിൽ തന്നെ പുള്ളി പറഞ്ഞു, മനുഷ്യര് മുസ്ലിങ്ങൾ പാപം ചെയ്യുന്നു, പാപം ചെയ്തു കഴിഞ്ഞിട്ട് അള്ളാഹുവിനോട് നേരെ തൗബ ചോദിക്കുന്നു. അതിൽ തന്നെയാണ് ഞാൻ ചോദിച്ചത്, മുസ്ലിങ്ങളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്ന ആരാ? നസ്രീം ബ്രോ എവിടെയാണ്, ഏത് മുസ്ലിമാണ് ഡയറക്റ്റ്, ഈ മുഹമ്മദ് പോലും അള്ളാഹു ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ല. എന്നിട്ടാണ് നമ്മുടെ തലോടി വരുന്ന ഡയറക്റ്റ് എനിക്ക് പ്രസിഡന്റുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് നിന്നിരുന്നെങ്കിൽ നല്ലൊരു ചോദ്യം വന്നതിന് ഉത്തരം കിട്ടിയേനെ. എനിവേ രക്ഷപ്പെട്ടു. സോൾജർ ബ്രദറിന് തോന്നുന്നുണ്ടോ അതിനുള്ള ഉത്തരം വരുമെന്ന്? ആ ഹദീസ് വായിച്ചതിന് ശേഷം അതിനുള്ള ഉത്തരം വരുമെന്ന് തോന്നുന്നുണ്ടോ? നാസറിൻ ബ്രദറെ, ഒരു അരമണിക്കൂർ മുമ്പ് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഖുറാൻ ആയത്ത് വായിപ്പിക്കാൻ ഞങ്ങൾ പെട്ട പാട് ഭയങ്കരമായിരുന്നു. എനിവേ, സ്വന്തം പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ഒന്ന് എടുത്തു പറഞ്ഞ് അതിന് ഉത്തരം പറയാൻ കഴിയാത്ത എൻ്റെ പ്രിയ തലോടി സഹോദര, നിങ്ങൾക്കിങ്ങനെ ചോദ്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ജെയിംസ് സാറിനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാം. അദ്ദേഹം അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി തന്നു, ചരിത്രപരമായിട്ടുള്ള മറുപടി തന്നു. അതുപോലെ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയുള്ള രക്ഷ, അത് മാത്രമേ ഒരു രക്ഷയ്ക്കുള്ള ഒരു വഴിയായിട്ടിരിക്കുന്നുള്ളൂ. ഇറ്റേണൽ ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിന് വേണ്ടി ഇറ്റേണലായ ഒരു നിഷ്കളങ്കനായ ദൈവം തന്നെ ഇറങ്ങി വരണം. വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ജെയിംസ് സാർ അതിന് തന്നു കഴിഞ്ഞിട്ടും താങ്കൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദ്യം ചോദിക്കാമല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യത്തിലാണ് ഞാൻ ചോദ്യം ചോദിച്ചത്, ആരാണ് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്? കാരണം ക്രിസ്തീയ വീക്ഷണത്തിൽ, ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ദൈവം മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നില്ല. അവർ പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിതമായിട്ടും പാപം ചെയ്യിച്ച്, അല്ലെങ്കിൽ അവർ പാപം ചെയ്യുന്നില്ല എങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നില്ല. ഇതൊരൊറ്റയാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അത് ഖുറാനിലെ മുഹമ്മദ് പറഞ്ഞ ഈ അള്ളാഹു. അതുപോലും ഒന്ന് എടുത്തു പറയാൻ കഴിയാത്ത എൻ്റെ പാവ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെള്ളം കുടിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അല്ല, പുള്ളി പോകാനുള്ള കാരണമൊന്നും ഇല്ലായിരുന്നല്ലോ. പുള്ളി പോകാനുള്ള ഒരു കാരണം നമ്മൾ പറഞ്ഞില്ല. നമ്മൾ ആ ഒരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ ജെയിംസ് സാറേ? അതെ, നസ്രീനെ ചോദ്യമല്ല, നസ്രീനെ കണ്ടതാ പ്രശ്നമായി. ജെയിംസ് സാറേ, ഞാൻ യൂഷ്വലി രാത്രി ആകുമ്പോഴത്തേക്കിനും വരാത്തല്ല, മീൻസ് ഉറങ്ങുന്നതാണ്. ഞാൻ ഉറങ്ങാൻ പോയതാണ്, പിന്നെ യൂട്യൂബിനകത്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ പിന്നെ എണ്ണിച്ച് വന്നതാണ്. താങ്ക് യു, നല്ല ചോദ്യമാണ്. ആക്ച്വലി പറയാനനുസരിച്ച് എല്ലാ പാവങ്ങളും അള്ളാഹുവാ ജയിപ്പിക്കുന്നത്. രണ്ടാമത് മുഹമ്മദ് നബി പോലും നരകത്തിൽ പോകുന്നാ പറഞ്ഞേക്കുന്നത്.
അപ്പം പിന്നെ മുഹമ്മദ് ഫൈനലി നബിക്ക് ജെയിംസ് പോലും സാറേ രക്ഷ ഫൈനലി ജെയിംസ് സാറേ മുഹമ്മദ് നരകത്തിൽ പോകും, അള്ളാഹു പോലും നരകത്തിൽ എടുത്തു ചാടുമെന്നാണ് ഹദീസുകൾ പറയുന്നത്, ഖുർആൻ അനുസരിച്ച് അതെ അതെ പറയുന്നത്. അതെ അപ്പൊ പിന്നെ അതെ എന്നാ ചെയ്യാൻ അതെ. പറ്റും? അപ്പം ഒരു രക്ഷയുടെ ഒരു കൺസെപ്റ്റ് ഇല്ലെന്നുള്ളതാണ് സത്യം. നസ്രീം ബ്രോ, നമ്മുടെ ചാറ്റിൽ ഒരു മെസ്സേജ് ഉണ്ട്. 9 സുറ 9:6 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. 9:6 ഖുർആന്റെ കാര്യമാണെന്ന് പറഞ്ഞത്. സോറി ആദ്യം ജേഴ്സൺ ബ്രദർ ജെയിംസ് സാറേ, ഞാൻ ഇത് നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നത്, നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒരു ധാരണയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ജെയിംസ് സാറിന്റെ ഇതേപോലുള്ള കുറെ ക്ലാസ്സുകൾ ഇതേ തലോടിയുടെ റൂമിൽ വളച്ചൊടിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് ആള് ചോദിക്കുന്നതിന് മുമ്പിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ എടുത്ത് ചോദിച്ചത്. കാരണം നമുക്ക് വേണ്ടി, പാപിയായ നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചു കഴിഞ്ഞു, പിന്നെ നമ്മൾ പാപം ചെയ്താലും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നമ്മളിൽ വിശ്വസിക്കുന്ന, അതായത് ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കണം. അത് അദ്ദേഹം നമുക്ക് എന്ത് കാണിച്ചു തന്നോ അല്ലെങ്കിൽ എന്ത് മാതൃകയായിരുന്നോ അതേപോലെ നമ്മൾ ജീവിക്കുകയും വേണം എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്ത് പറയണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോറി, ഇടയിൽ കയറിയതിൽ. നോ പ്രോബ്ലം. അത് വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു പോയിന്റുമാണ്. അതായത് ഒരാള് എന്ത് അതിക്രമം ചെയ്താലും വേറൊരുത്തനെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ഹോളി വാറിൽ പോയി മരിച്ചാലും ഒക്കെ സ്വർഗത്തിൽ പോകും. അങ്ങനെ കാടടച്ച്